ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് മെയ് 5 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. 2000 മുതൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ബോളിവുഡ് ആക്ട്രസ് ആണ് കരീന കപൂർ. ഒരു സമയത്ത് ഹൈയസ്റ്റ് പെയ്ഡ് ആയിട്ടുള്ള ബോളിവുഡ് ആക്ട്രസ്. നിരവധി അവാർഡ്സ് നേടിയിട്ടുള്ള കരീന കപൂർ യുണിസെഫിന്റെ ഒരു സെലിബ്രിറ്റി ആയിരുന്നു. എന്നാൽ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒന്നെന്ന് പറയുമ്പോൾ കരീന കപൂർ ഇന്ത്യയുടെ നാഷണൽ അംബാസഡർ ആയിട്ട് ആ ഒരു പദവി ലഭിച്ചിരിക്കുകയാണ്. ഇന്ത്യസ് നാഷണൽ അംബാസഡർ ടു യുണിസെഫ് എന്ന് ചോദിച്ചാൽ അത് കരീന കപൂർ ആണ്. ആരോഗ്യം, വിദ്യാഭ്യാസം, ലിംഗസമത്വം എന്നിവയ്ക്കുള്ള എല്ലാ കുട്ടികളുടെയും അവകാശം വർദ്ധിപ്പിക്കുന്നതിന് ലാഭമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് യുണിസെഫ്. യുണിസെഫ് ആരംഭിച്ചിട്ടുള്ളത് ഏത് വർഷമാണ്? 1946 ഡിസംബർ 11 ന്യൂയോർക്കിൽ യുണിസെഫ് ആരംഭിച്ചത്. ഇന്ത്യയിലാണെങ്കിൽ 1949 യുണൈറ്റഡ് നേഷൻ ചിൽഡ്രൻസ് ഫണ്ട് എന്ന പേരിൽ അറിയപ്പെടുന്ന യുണിസെഫിന്റെ ഫുൾ ഫോം ആണ് യുണൈറ്റഡ് നേഷൻസ് ഇന്റർനാഷണൽ ചിൽഡ്രൻസ് എമർജൻസി ഫണ്ട്. ജേഡിസ് കറണ്ട് അഫേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് മറ്റു കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. 2024 ഓഗസ്റ്റിൽ സംസ്ഥാനത്തെ എല്ലാ അധ്യാപകർക്കും AI പരിശീലനം നൽകുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. അതായത് കേരളത്തിലെ എല്ലാ അധ്യാപകർക്കും ക്ലാസ് 8 മുതൽ 12 വരെയുള്ള അധ്യാപകർക്ക് AI ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ പരിശീലനം നൽകാൻ ഒരുങ്ങുകയാണ് കേരളം. അതായത് ഇതിനുവേണ്ടി മുൻകൈയെടുക്കുന്നത് കൈറ്റ് ആണ്. കൈറ്റ് എന്നാൽ കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി എഡ്യൂക്കേഷൻ. കൈറ്റിന്റെ ഒരു 3 days പ്രോഗ്രാം ആണ് ടീച്ചേഴ്സിന് വേണ്ടി. അതായത് AI നോളജ് ലഭിക്കുക എന്നതാണ് ഇത് ഉദ്ദേശിക്കുന്നത്. 2024 ഓഗസ്റ്റോടുകൂടി കേരളത്തിലെ ക്ലാസ് 8 മുതൽ 12 വരെയുള്ള 80,000 ടീച്ചേഴ്സിന് AI നോളജ് ഉണ്ടാക്കുക എന്നതാണ് ലക്ഷ്യം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ ആദ്യത്തെ ഒരു സംസ്ഥാനമായിരിക്കുള്ളൂ AI നോളജ് ലഭിച്ചിട്ടുള്ള, ട്രെയിനിങ് ലഭിച്ചിട്ടുള്ള ടീച്ചേഴ്സ്. ഏതാണ്ട് 2020-2021 കൈറ്റ് എന്ന കേരള ഗവൺമെന്റിന്റെ ഓർഗനൈസേഷൻ ആയിട്ടുള്ള കൈറ്റ് ആരംഭിച്ചിട്ടുള്ളത്. 2024 മെയ് 4 ഏത് സംഘടനയുടെ 65ാമത് റേസിംഗ് ഡേ ആഘോഷിക്കാനാണ് പ്രൊജക്ട് സ്വാസ്തിക് സംഘടിപ്പിച്ചത്? ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. 1960 മെയ് 7 ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ആരംഭിച്ചിട്ടുള്ളത്. അതായത് മെയ് 7 എല്ലാ വർഷം ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ റേസിംഗ് ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. 2024 റേസിംഗ് ഡേയുടെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒരു സീരീസ് ഓഫ് പ്രോഗ്രാംസിനെ പറയുന്ന ഒന്നാണ് പ്രൊജക്ട് സ്വസ്തിക്. അതായത് ബോർഡർ റോഡ് ഓർഗനൈസേഷൻ ഇന്ന് ഇന്ത്യയിലെ എല്ലാ ബോർഡേഴ്സിലുള്ള റോഡുകളുടെ കൺസ്ട്രക്ഷൻ ഡിഫൻസ് ആയിട്ട് കണക്റ്റഡ് ആയിട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓർഗനൈസേഷൻ ആണ്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ വരുന്ന ഈ ഓർഗനൈസേഷൻ ഇതിന്റെ റേസിംഗ് ഡേ മെയ് 7 പ്രൊജക്ട് സ്വസ്തിക്കിന്റെ ഭാഗമായിട്ട് ഗാങ്ടോക്ക്, അതായത് സിക്കിമിന്റെ തലസ്ഥാനമായിട്ടുള്ള ഗാങ്ടോക്കിൽ 300ഓളം BRO പേഴ്സണൽസ് ആണ് ഒരു വാക്കത്തോൺ, 2.5 കിലോമീറ്ററിന്റെ ഒരു വാക്കത്തോൺ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും BROന്റെ പ്രൊജക്ട് സ്വസ്തിക്കിന്റെ ഭാഗമായിട്ട് നിരവധി പ്രോഗ്രാംസ് ആണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഇപ്പൊ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ 65ാമത് റേസിംഗ് ഡേ ആണ് ഈ വരാൻ പോകുന്ന മെയ് 7 അതിന്റെ ഭാഗമായിട്ട് ആരംഭിച്ചിട്ടുള്ള ഒന്നാണ് പ്രൊജക്ട് സ്വസ്തിക്. ചരക്ക് സേവന നികുതി അപ്പലറ്റ് ട്രിബ്യൂണലിന്റെ പ്രസിഡന്റായി ആരാണ് നിയമിതനായത്? റിട്ടയർഡ് ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്രയാണ്. GST-AT, അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അപ്പലറ്റ് ട്രിബ്യൂണൽ, ഇതിന്റെ പ്രസിഡന്റ് ആയിട്ട് ഇപ്പോൾ എടുത്തിട്ടുള്ളത് റിട്ടയർഡ് ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്രയാണ്. 4 വർഷത്തേക്കാണ് ഇദ്ദേഹത്തെ ഈ ഒരു സ്ഥാനത്തേക്ക് നിയമിച്ചിട്ടുള്ളത്. സഞ്ജയ് കുമാർ മിശ്ര ഇദ്ദേഹം ജാർഖണ്ഡ് ഹൈക്കോർട്ടിലെ മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്നു. ഇന്ന് മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും അതുപോലെ തന്നെ യൂണിയൻ ടെറിട്ടറീസിലായിട്ട് 31 സ്ഥലങ്ങളിലാണ് GST-ATയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുമ്പോൾ ഡൽഹിയാണ്. ഈ ഒരു അപ്പലറ്റിന്റെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞാൽ GST ആയിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നതാണ് GST-ATയുടെ ലക്ഷ്യം. ലേറ്റസ്റ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി ഓഫ് ക്യാബിനറ്റ് നിയമിച്ചിട്ടുള്ള വ്യക്തിയാണ് റിട്ടയർഡ് ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്ര. ഏത് രാജ്യത്തിന്റെ പിന്തുണയോടെയാണ് പാകിസ്ഥാൻ തങ്ങളുടെ ആദ്യത്തെ ചാന്ദ്ര ഉപഗ്രഹം വിക്ഷേപിച്ചത്? ചൈന. പാകിസ്ഥാൻ തങ്ങളുടെ ആദ്യത്തെ ഒരു സാറ്റലൈറ്റ് ചൈനയുടെ സഹായത്തോടുകൂടി ചന്ദ്രനിലേക്ക് എത്തിക്കുകയാണ്. ഈ കഴിഞ്ഞ മെയ് 3 തെക്കൻ ചൈനയിലെ വെൻചാക് ബഹിരാകാശ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്ന് ചാങ്സി മിഷൻ എന്ന ഒരു മിഷൻ ചൈനയുടെ വളരെ വിജയകരമായിട്ട് വിക്ഷേപിച്ചു. ചാങ് 6 എന്ന മിഷനിൽ പാകിസ്ഥാൻ, ഇറ്റലി, ഫ്രാൻസ്, യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ചെറിയ സാറ്റലൈറ്റ്സിനെ വഹിച്ചിട്ടുള്ള ഒരു മിഷൻ ആണ് ചാങ് 6 മിഷൻ. ഇത് ചൈനയുടെയാണ്. ചൈനയുടെ ലോങ് മാർച്ച് 5 റോക്കറ്റ് ആണ് ഈ ഒരു ചാങ് 6 മിഷനെ വിക്ഷേപിക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള റോക്കറ്റ്.
ലോങ് മാർച്ച് 5 റോക്കറ്റ് ചാങ് 6 മിഷൻ എന്ന ഈ ഒരു പേടകത്തെ 2024 മെയ് 3 തീയതി വിക്ഷേപിച്ചു. ഇന്നലെ മെയ് 4 തീയതി ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ലോക മാധ്യമ സ്വാതന്ത്ര്യ ദിനം 2024 ഏത് തീയതിയിലാണ് ആഘോഷിക്കുന്നത്? ഇതിന്റെ ഉത്തരം 2024 മെയ് 3 തീയതി. എല്ലാ വർഷവും മെയ് 3 തീയതിയാണ് വേൾഡ് പ്രസ് ഫ്രീഡം ഡേ ആയിട്ട് ആഘോഷിക്കുന്നത്. ഈ പ്രാവശ്യം 31ാമത്തെ വേൾഡ് പ്രസ് ഫ്രീഡം ഡേ കോൺഫറൻസ് ഇത് നടന്നിട്ടുള്ളത് ചിലിയിലാണ്. ഗവൺമെന്റ് ഓഫ് ചിലിയും യുനെസ്കോയും ഒരുമിച്ചാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. 2024 വേൾഡ് പ്രസ് ഫ്രീഡം ഡേയുടെ തീം ആണ് എ പ്രസ് ഫോർ ദി പ്ലാനറ്റ്, ജേർണലിസം ഇൻ ദ ഫേസ് ഓഫ് ദി എൻവയോൺമെന്റൽ ക്രൈസിസ്. ജേർണലിസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേർണലിസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. 2024 ഓഗസ്റ്റിൽ സംസ്ഥാനത്തെ എല്ലാ അധ്യാപകർക്കും AI പരിശീലനം നൽകുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? കേരളം. യുണിസെഫിലെ ഇന്ത്യയുടെ ദേശീയ അംബാസിഡർ ആരാണ്? കരീന കപൂർ ഖാൻ. 2024 മെയ് 4 ഏത് സംഘടനയുടെ 65ാമത് റേസിംഗ് ഡേ ആഘോഷിക്കാനാണ് പ്രൊജക്ട് സ്വസ്തിക് സംഘടിപ്പിച്ചത്? ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ. ചരക്ക് സേവന നികുതി അപ്പലറ്റ് ട്രിബ്യൂണലിന്റെ GSTAT പ്രസിഡന്റായി ആരാണ് നിയമിതനായത്? വിരമിച്ച ജസ്റ്റിസ് സഞ്ജയ് കുമാർ മിശ്ര. ഏത് രാജ്യത്തിന്റെ പിന്തുണയോടെയാണ് പാകിസ്ഥാൻ തങ്ങളുടെ ആദ്യ ചാന്ദ്ര ഉപഗ്രഹം വിക്ഷേപിച്ചത്? ചൈന. ഇന്ന് മെയ് 5 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്, ക്യാപിറ്റൽ ഓഫ് വിച്ച് സ്റ്റേറ്റ് ഈസ് കോൾഡ് സ്കോട്ട്ലാൻഡ് ഓഫ് ദി ഈസ്റ്റ്? ഏത് സംസ്ഥാനത്തിന്റെ തലസ്ഥാനത്തെ കിഴക്കിന്റെ സ്കോട്ട്ലാൻഡ് എന്ന് വിളിക്കുന്നു? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. നമ്മൾ ഓരോ ദിവസം കറണ്ട് അഫയേഴ്സ് അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കൂ. അത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയുള്ളൂ. അതുകൊണ്ട് എന്നും കുറച്ചു സമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ ശ്രമിക്കണം. ജേർണലിസ്റ്റ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.